ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടായിരുന്ന ഇഷ്ടായ? ഇന്നത്തെ വിഭവം മാന്തള് പാലുകറിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഇത് 1/2 കിലോ മാന്തളാണ്, വലിയ മാന്തളാണ്. അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് പുരട്ടി വെച്ചേക്കുന്നതാണ് ഇട്ടത്. ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും കൂടിയും ചതച്ച് വെച്ചിട്ടുള്ളതാണ്. ഒരു സവോള കൊത്തിയരിഞ്ഞത്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, 2 തക്കാളി അരച്ച് വെച്ചേക്കുന്നതാണ് ഇട്ടത്, കറിവേപ്പില, വെളിച്ചെണ്ണ, 3 പച്ചമുളക്, കൊടംപുളി 1 കഷ്ണം കേട്ടോ, ഒരു ചുളപ്പുളിയാണത്, തേങ്ങാപ്പാൽ 1/4 പാൽ മാറ്റി വെച്ചേക്കുന്നതാണ്. ബാക്കിയുള്ള പാലെല്ലാം കൂടി മാറ്റി വെച്ചത് കേട്ടോ. ഇത്രയുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഉള്ളി ഇടാം. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. സവാള ഇതിലേക്ക് ഇടാം. ഇതാ മൂത്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അധികം കറക്കണ്ട. ഇനി നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില കഴുകിയൊക്കെ വെച്ചതാ. തീ ഒന്ന് കുറച്ചിടണം കേട്ടോ. ഇതിടാം ചതച്ചത്, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ചതച്ചതാണ് കേട്ടോ. സവോളയും കൂടി കൂട്ടി ചതച്ചതാണ്. പച്ചമുളക് 2 ഇടാം. 3 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഇനി പൊടികളിടാം കേട്ടോ. തീ കുറച്ചിട്ട് പൊടി ഇടാം, അല്ലെങ്കിൽ തീ കരിഞ്ഞു പോകും. 1 സ്പൂണ് മുളക് പൊടി ഇടണുള്ളൂ കേട്ടോ. ഫുള്ളും അങ്ങനെ നിറച്ചിട്ടിട്ടില്ല. അതിങ്ങനെ 1 സ്പൂൺ മുളക് പൊടി. എന്താണെന്നറിയോ, മുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചേക്കുന്നതാണ് മാന്തളിൽ, അപ്പോൾ എരിവുണ്ടാവും. പിന്നെ അതാ മല്ലിപ്പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മതി. തീ ഒന്ന് കൂട്ടി ഒന്ന് വഴറ്റിയെടുക്കാം. അധികം മസാല ഒന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ട് എല്ലാവർക്കും വെക്കാൻ പറ്റുന്ന കറിയാണ്. വേഗം വെക്കാം. ഇതിലേക്ക് തക്കാളി അരച്ച് വെച്ചേക്കണം. 2 തക്കാളി അരച്ച് വെച്ച പേസ്റ്റാണത്, അതിടാം. തീ കുറച്ച് കൊടുക്കാം. വാടട്ടെ, ഇത് കിടന്നൊന്ന് വാണ്ടട്ടെ. ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം കേട്ടോ. പേസ്റ്റ് ഇത്തിരി പിടിച്ചോട്ടെ. തീ ഒന്ന് കൂട്ടി കൊടുത്തുണ്ട്, ഒന്ന് വാടി ചുവയൊക്കെ പച്ച ചുവ, തക്കാളിയിൽ പച്ച ചുവയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് പാല്, ലാസ്റ്റ് എടുത്ത് വെച്ച പാല്, ആദ്യത്തെ പാലല്ല, 2ാമത് എടുത്ത് വെച്ച പാല് ഇതിലേക്ക് ഒഴിക്കാം. വെള്ളം കൂട്ടിയെടുത്തേക്കണത്. ഫുള്ളൊഴിക്കാം. ഇങ്ങനെ അത്രയും അല്ല. പുളി ഇട്ട് കൊടുക്കാം. പുളി 1 കഷ്ണം പുളിയാണ്, ഇത്രയും പുളി മതി. പിന്നെ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്,
അപ്പം നല്ല വൃത്തിയായിട്ട് ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീൻ ഇതിലേക്കിടാം. മീനെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് കുറച്ച് അടച്ച് വയ്ക്കാം. നല്ല തിളച്ച് വേവട്ടെ. തുറന്നു നോക്കാം. ആ സൂപ്പർ, തിളച്ച് നന്നായിട്ട് മീനൊക്കെ വെന്തിട്ടുണ്ട്. 5 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഈ മീൻ അധികം വേവില്ലാത്ത മീനാണ്, മാന്തൾ മീനല്ലേ ഇത്. ഇവിടെ തൃശ്ശൂർ, ഞങ്ങൾ കൊടുങ്ങല്ലൂരാണ് താമസിക്കുന്നത്. അവിടെ ഇതിനെ മാന്തൾ എന്ന് പറഞ്ഞാണ് മീനിൻ്റെ പേര്, മാന്തൾ എന്നാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ എന്താണ് ഇതിനെ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ തിരുവനന്തപുരത്ത് ജഗതി താമസിച്ചിരുന്നു. അപ്പോൾ ഇതിനെ പറഞ്ഞിരുന്ന കലം പറ്റി എന്നാണ്. അപ്പോൾ പല സ്ഥലത്തും പല പേരുകളാണ് കേട്ടോ അതിനുണ്ടാവുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ പേരും കമൻറ്റ് ചെയ്യുക. ഓരോ ജില്ലകളിലും പല സൈസ് പേരായിരിക്കും പലയിടത്തും. അപ്പോൾ എന്താണ് ഇതിൻ്റെ പേര്, യഥാർത്ഥ പേര് നിങ്ങൾക്ക് അറിയുന്ന പേരുകളുണ്ടെങ്കിൽ അല്ല, ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരുകളുണ്ടാവുമല്ല. വേറെ പേരുകളുള്ളവർ പേര് എന്താണെന്ന് വെച്ചാൽ അറിയിക്കട്ടെ, കമൻറ്റ് ചെയ്യട്ടെ. നമ്മൾ മാന്തൽ എന്ന് പറയുമ്പോൾ അയ്യോ അത് മാന്തൽ, അതെന്ത് മീനാണെന്ന് വിചാരിക്കൂലേ ചില ആൾക്കാർ. ഈ പാല് ഒഴിക്കാൻ പോവേണ്ട. ഈ പാല് ആദ്യത്തെ പാല് മാറ്റി വെച്ചതാണ്, ഒഴിക്കട്ടെ. പാലൊഴിച്ച് ഒന്ന് ചിറ്റിയതിന് ശേഷം നമുക്കിത് അടച്ചേക്കാം കേട്ടോ. ഇങ്ങനെ ചിറ്റിയാൽ മതി. ഇങ്ങനെ ഒന്ന് ചിറ്റിയെടുക്കാം, അടച്ചേക്കാം. 2 മിനിറ്റ്, 2 മിനിറ്റ് മതി അടച്ചേക്കാം. ഇനി കറി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. തുറന്ന് നമുക്ക് കറി സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നല്ല മണം വരുന്നുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് ഒന്നും ചെയ്യാനില്ല, ഇനി മൂപ്പിക്കാനൊന്നുമില്ല. ആദ്യം ഞാൻ ഉള്ളി മൂപ്പിച്ചിട്ടാണ് കറി പാകാക്കിയത്. എൻ്റെ പേരിൽ ഇനി മൂപ്പിക്കേണ്ട കാര്യമില്ല, നല്ല മണം വരുന്നുണ്ട്. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ അടിപൊളി മണമുണ്ട്. നമുക്കത് ഇറക്കി വയ്ക്കാം. കറി ഇപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കണ്ടേ, ഒന്ന് പ്ലേറ്റ് ചെയ്യാം. 1 കപ്പ് ചോറ്, ജയരിയുടെ നല്ല ഉണ്ട ചോറ്. 1 കപ്പ് ചോറുണ്ടെങ്കിൽ വയറ് നിറയും. അപ്പം അതിന് വേണ്ടിയാണ് 1 കപ്പ് ചോറ് എടുത്ത് വെച്ചേക്കുന്നത്. ഇതാ സവേളയുടെ ഒരു 3 വള മതിരിക്കും, അതും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ 1 കഷ്ണം നാരങ്ങ ദഹിക്കാൻ വേണ്ടിയാണ്, അതും വെച്ചിട്ടുണ്ട്. 1 കറിവേപ്പില മണത്തിന് വേണ്ടിയാണ്. ഇരുന്നോട്ടെ. ഇനി നമുക്ക് മീൻ എടുത്ത് വെക്കാം, നടുക്ക് തന്നെ വെക്കാം. ഇത്രയും പോരെ വയറ് നിറയാൻ. ഇനി ഭക്ഷണം കഴിക്കാം നമുക്ക് കേട്ടോ. ആദ്യം നമുക്ക് മീൻ കഷ്ണം എടുത്ത് കഴിച്ചു നോക്കാം കേട്ടോ. കുറച്ച് മീനെടുത്ത് ഇങ്ങനെ കഴിക്കട്ടെ, കഴിക്കാട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീൻ, അല്ല അതിൻ്റെയും ടേസ്റ്റ് ഉണ്ട്. ഇഞ്ചിയിലൊക്കെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട് മീൻ. ചോറ് കഴിക്കാം, കുറച്ച് ചോറും മീനും കൂടെ ഒന്ന് കഴിച്ചോട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എപ്പോഴും ഞാൻ പറഞ്ഞ എല്ലാവരും കളിയാക്കും, ഞാൻ പറയുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത് ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.